നമസ്കാരം. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയൊരു ചരിത്രപരമായ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായും ഇന്ത്യൻ അംബാസിഡർ നവീൻ ശ്രീവാസ്തവയും തമ്മിലുള്ള കൂടിക്കാഴ്ച. മാർച്ചിൽ അധികാരമേറ്റതിന് ശേഷമുള്ള ബാലേന്ദ്ര ഷായുടെ ആദ്യ വിദേശ നയതന്ത്ര കൂടിക്കാഴ്ച എന്ന നിലയിലും ഒറ്റയ്ക്കുള്ള നയതന്ത്ര ചർച്ചകളോടുള്ള നയം മാറ്റി എന്ന നിലയിലും ഈ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. സിംഗാ ദർബാറിൽ വെച്ച് നടന്ന ഈ ഉന്നതതല കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികപരവുമായ ആത്മബന്ധത്തിന് പുതിയ ഊർജം പകരുകയും ചെയ്തു. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആഴം വിളിച്ചോതുന്നതാണ് ഈ സുപ്രധാനമായ കൂടിക്കാഴ്ച. കഴിഞ്ഞ 4 മാസമായി ഒറ്റയ്ക്കുള്ള നയതന്ത്ര കൂടിക്കാഴ്ചകളോട് വിമുഖത കാട്ടിയിരുന്ന ബാലേന്ദ്ര ഷാ ഈ നയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ അംബാസഡറുമായി ആദ്യം ചർച്ച നടത്തിയത് എന്നത് ഇന്ത്യയോടുള്ള അദ്ദേഹത്തിൻ്റെ അനുകൂല സമീപനത്തെയും പരസ്പര ബഹുമാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഗ്രൂപ്പ് ചർച്ചകൾക്ക് മുൻഗണന നൽകിയിരുന്ന ബാലേന്ദ്ര ഷാ ഇപ്പോൾ നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകളിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ത്യൻ അംബാസഡറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചൈനീസ് അംബാസഡറുമായും US ചാർജ് അഫയേഴ്സുമായും ബാലേന്ദ്ര ഷാ ചർച്ചകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എങ്കിലും തൻ്റെ ഭരണകൂടം ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന് എത്രത്തോളം മുൻഗണന നൽകുന്നു എന്നതിൻ്റെ വ്യക്തമായ സന്ദേശമാണ് ഈ ആദ്യ കൂടിക്കാഴ്ചയിലൂടെ അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സഹകരണം കേവലം രാഷ്ട്രീയ തലത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അത് ചരിത്രപരവും സാമ്പത്തികവുമായ നിരവധി ഘടനാപരമായ അടിത്തറകളിൽ കെട്ടിപ്പടുത്തതാണ്. 1951 കാഠ്മണ്ഡുവിലെ ഗൗച്ചർ എയർപോർട്ട് നിർമ്മാണത്തോടെയാണ് ഈ രാജ്യങ്ങളും തമ്മിലുള്ള ആധുനിക അടിസ്ഥാന സൗകര്യ വികസന സഹകരണം ആരംഭിക്കുന്നത് തന്നെ. തുടർന്ന് 1954 രൂപീകൃതമായ ഇന്ത്യൻ എയ്ഡ് മിഷൻ ആരോഗ്യം, വിദ്യാഭ്യാസം, കണക്ടിവിറ്റി, ഊർജ്ജമേഖല തുടങ്ങി നിരവധി തുറകളിൽ നേപ്പാളിൻ്റെ വികസനത്തിന് താങ്ങായി നിന്നു. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴമേറിയതും വിപുലവുമായ തലങ്ങളിലേക്ക് വളർന്നിട്ടുമുണ്ട്. വ്യാപാരം, കൃഷി, സാംസ്കാരിക പൈതൃക സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെല്ലാം ഇന്ത്യയുടെ പങ്കാളിത്തം ഇന്ന് പ്രകടമാണ്. നേപ്പാളിൻ്റെ ഏറ്റവും വിശ്വസ്തനായ വികസന പങ്കാളി എന്ന നിലയിൽ ഇന്ത്യ എക്കാലത്തും താങ്ങും തണലുമായി നിലകൊണ്ടിട്ടുണ്ട്. അതേസമയം നേപ്പാളിലെ വർദ്ധിച്ചു വരുന്ന ചൈനയുടെ താൽപ്പര്യങ്ങളും സ്വാധീനവും ഈ നയതന്ത്ര സാഹചര്യത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. സാമ്പത്തിക നിക്ഷേപങ്ങളിലൂടെയും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൂടെയും നേപ്പാളിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ചൈന നിരന്തരം ശ്രമിക്കുന്നുണ്ട്. ചൈനീസ് അംബാസഡറുമായി ബാലേന്ദ്ര ഷാ പിന്നീട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എങ്കിലും ഇന്ത്യയുമായുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ആഴത്തിലുള്ള ബന്ധത്തെ മറികടക്കാൻ മറ്റൊരു ശക്തിക്കും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. നേപ്പാളിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ഇഴകിച്ചേർന്നിരിക്കുന്ന ഇന്ത്യയുടെ വികസന പങ്കാളിത്തവും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധവും ഇരു രാജ്യങ്ങളെയും എക്കാലത്തും അടുപ്പിച്ചു നിർത്തുന്നു. പ്രാദേശിക സ്ഥിരതയ്ക്കും പരമാധികാരത്തിനും കോട്ടം തട്ടാത്ത വിധം സന്തുലിതമായ വിദേശ നയമാണ് ഇപ്പോൾ നേപ്പാൾ സ്വീകരിക്കുന്നത്. എങ്കിലും ഇന്ത്യയുമായുള്ള ബന്ധത്തിനാണ് അവിടുത്തെ ഭരണാധികാരികൾ എന്നും പ്രഥമ പരിഗണന നൽകിയിരുന്നത്. നിലവിലെ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി സൗഹൃദം, പരസ്പര താൽപ്പര്യങ്ങൾ, വികസന പങ്കാളിത്തം, നിലവിലുള്ള സഹകരണ പദ്ധതികൾ എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇന്ത്യയുടെ അചഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച ബാലേന്ദ്ര ഷാ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം കൂടുതൽ ദൃഢമാക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. പൊതുവായ താൽപ്പര്യങ്ങളുള്ള മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ബാലേന്ദ്ര ഷാ എടുത്തു പറഞ്ഞു. അംബാസഡർ നവീൻ ശ്രീവാസ്തവ പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേരുകയും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്തു. ദക്ഷിണേഷ്യയിലെ സുസ്ഥിരതയ്ക്കും പ്രാദേശിക സഹകരണത്തിനും ഇന്ത്യ നേപ്പാൾ സൗഹൃദം അത്യന്താപേക്ഷിതമാണെന്ന് ഈ കൂടിക്കാഴ്ച ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഭാവിയിലും പരസ്പര വിശ്വാസത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പുതിയ വഴികൾ വെട്ടിത്തുറക്കാൻ ഈ നയതന്ത്ര ചർച്ചകൾ വലിയ തോതിൽ മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുൻപ് കാഠ്മണ്ഡു മേയറായിരുന്ന ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്ന ചില നിലപാടുകളിൽ നിന്നും, ഉദാഹരണത്തിന് ഗ്രേറ്റർ നേപ്പാൾ മാപ്പ് വിവാദം, സിനിമയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടങ്ങിയവയിൽ നിന്നും പ്രധാനമന്ത്രിയായതിനു ശേഷം കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെയും പക്വതയോടെയും കൂടിയ നയതന്ത്ര സമീപനത്തിലേക്ക് ബാലേന്ദ്ര ഷാ മാറിയിട്ടുണ്ട്. മേയർ പദവിയിലിരിക്കുമ്പോൾ പ്രാദേശികമായ ജനവികാരങ്ങൾക്കും വൈകാരിക വിഷയങ്ങൾക്കും മുൻഗണന നൽകിയിരുന്നുവെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുമ്പോൾ പ്രാദേശിക സുസ്ഥിരത, സാമ്പത്തിക വളർച്ച, രാജ്യത്തിൻ്റെ വികസന ആവശ്യങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകേണ്ടതുണ്ട്.
ഇന്ത്യയുമായുള്ള തർക്കങ്ങൾ തുടരുന്നത് നേപ്പാളിൻ്റെ സാമ്പത്തിക പുരോഗതിയെയും വ്യാപാരത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രായോഗിക സമീപനമാണ് ബാലേന്ദ്ര ഷാ ഇപ്പോൾ സ്വീകരിക്കുന്നത്. നേപ്പാളിൻ്റെ ഏറ്റവും വലിയ വികസന പങ്കാളിയാണ് ഭാരതം. അടിസ്ഥാന സൗകര്യ വികസനം, ഊർജ്ജം, വ്യാപാരം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ സഹകരണമില്ലാതെ മുന്നോട്ട് പോവുക എളുപ്പമല്ല. രാജ്യത്ത് പുതിയൊരു ഭരണമാറ്റം കൊണ്ടുവന്ന ബാലേന്ദ്ര ഷായെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കാൻ ഇന്ത്യയുമായി നല്ല സൗഹൃദ ബന്ധം അനിവാര്യമാണ്. നേപ്പാളിൽ ചൈന നടത്തുന്ന കടന്നുകയറ്റങ്ങളും സ്വാധീനവും പ്രാദേശിക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാണ്. എന്നാൽ ഇന്ത്യയുമായുള്ള ചരിത്രപരവും സാംസ്കാരികപരവുമായ ആത്മബന്ധം ഒഴിവാക്കാനാകില്ലെന്ന് ബാലേന്ദ്ര ഷായ്ക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ആദ്യ വിദേശ നയതന്ത്ര ചർച്ചയായി ഇന്ത്യൻ അംബാസഡറുമായി കൂടിക്കാഴ്ച നടത്തിയത്. മറ്റൊരു കാര്യം, കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലവും ശ്രദ്ധേയമാണ്. ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നേപ്പാളിൽ നിലവിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. സർവകലാശാലകളിലും ഔദ്യോഗിക മേഖലകളിലും രാഷ്ട്രീയ സംഘടനകളുടെയും ട്രേഡ് യൂണിയനുകളുടെയും പ്രവർത്തനങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ നിയമങ്ങളും ചില ജനവിരുദ്ധമെന്ന് തോന്നിക്കുന്ന ഭരണ നടപടികളും ആഭ്യന്തര പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ആളിക്കത്തിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള നയതന്ത്ര സമീപനത്തിലെ അയവ് പൂർണ്ണമായും രാജ്യത്തിൻ്റെ വിദേശ നയത്തിൻ്റെയും സാമ്പത്തിക ആവശ്യങ്ങളുടെയും ഭാഗമാണ്. അതേസമയം ആഭ്യന്തര തലത്തിൽ നേരിടുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും ജനകീയ പ്രതിഷേധങ്ങളെയും പ്രതിരോധിക്കാൻ രാജ്യത്ത് സുസ്ഥിരതയും അന്താരാഷ്ട്ര പിന്തുണയും ഉറപ്പാക്കേണ്ടത് ബാലേന്ദ്ര ഷായ്ക്ക് അത്യാവശ്യവുമാണ്. ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്നത് ആഭ്യന്തരമായി സർക്കാരിന് കൂടുതൽ രാഷ്ട്രീയ സ്ഥിരത നൽകാൻ സഹായിക്കുമെന്നും ബാലേന്ദ്ര ഷാ കണക്ക് കൂട്ടുന്നുണ്ടാകാം. ഈ വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.